ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കണക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റൂളാണ് ബോഡ്മാസ് റൂൾ. ഈ റൂള് എന്താണെന്നറിയാത്തത് മൂലം പലരും പല മത്സര പരീക്ഷകളിലും കണക്കുകൾ തെറ്റിച്ചിട്ടുണ്ടാവും. അപ്പോൾ ബോഡ്മാസ് റൂളിലെ ഓരോ അക്ഷരവും എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഇതിൽ ഫസ്റ്റത്തെ അക്ഷരമായ ബി സൂചിപ്പിക്കുന്നത് ബ്രാക്കറ്റ്. അതായത് ഒരു കണക്ക് നമുക്ക് വരുമ്പോൾ ബ്രാക്കറ്റിനുള്ളിൽ വരുന്ന ക്രിയകൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതുണ്ട്. രണ്ടാമതായിട്ട് വരുന്നത് ഓർഡർ ഓർ പവർ. അതായത് ഏതെങ്കിലും സ്ക്വയറോ റൂട്ടോ വരുന്നുണ്ടെങ്കിൽ രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആ ക്രിയ നമ്മൾ സോൾവ് ചെയ്യണം. മൂന്നാമതായി നമ്മൾ ആ പ്രോബ്ലത്തിൽ നോക്കേണ്ടത് എന്തെങ്കിലും ഹരണം വന്നിട്ടുണ്ടോ എന്നതാണ്. അപ്പോൾ മൂന്നാമതായി ഹരണം ചെയ്യുക. നാലാമതായിട്ട് ഗുണിതങ്ങൾ എന്തെങ്കിലും ആ പ്രോബ്ലത്തിലുണ്ടെങ്കിൽ അത് ചെയ്യുക. പിന്നെ അഡീഷണവും സബ്സ്ട്രാക്ഷൻ, കൂട്ടണം കുറയ്ക്കണം എന്നുള്ളതും ചെയ്യുക. ഈ ഒരു ഓർഡറിൽ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് കണക്കിലെ ക്രിയകൾക്ക് കറക്റ്റായ ഉത്തരം ലഭിക്കുകയുള്ളൂ. ഇതറിയാതെ നമ്മൾ ഡിവിഷന് മുമ്പേ കുറയ്ക്കണോ കൂട്ടണോ ഉള്ള എന്തെങ്കിലും ചെയ്തു പോയാലോ അല്ലെങ്കിൽ ബ്രാക്കറ്റ് നമ്മൾ ശ്രദ്ധയിൽപ്പെടാതെ പോയാലൊക്കെ നമ്മുടെ കണക്കിലെ ഉത്തരങ്ങൾ തെറ്റുന്നതാണ്. അപ്പോൾ ഈ ബോഡ്മാസ് റൂൾ ഒന്നെല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പുറകെ 2-3 പ്രോബ്ലം സോൾവ് ചെയ്ത് നോക്കാം. ഈ ഒന്നാമത്തെ പ്രോബ്ലം, ഈ പ്രോബ്ലം ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഏറ്റവും സിമ്പിളായൊരു പ്രോബ്ലമാണ്. 2 + 3 - 5. 2 + 3 = 5. 5 - 5 = 0. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു ചോദ്യത്തിൽ നോക്കാം. ഇത് സെക്കൻഡ് ലെവൽ ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനായിട്ടും ഒന്നുകൂടി മെച്ചമുള്ള ഒരു ക്വസ്റ്റ്യനാണ്. 2 + 3 × 2 - 5. അപ്പോൾ നമ്മൾ ചിഹ്നങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ആ ബോഡ്മാസ് റൂള് ഇതിൽ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും സബ്സ്ട്രാക്ഷനുമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ, അതായത് 3 × 2. 3 × 2 = 6. ശേഷം 2 + 6 - 5 എന്നുള്ള ഉത്തരം കിട്ടും. പിന്നെ നമ്മൾ അഡീഷൻ ചെയ്യുന്നു. 6 + 2 = 8. അപ്പോൾ 8 - 5. ആൻസർ = 3. ഇത് നെക്സ്റ്റ് ലെവൽ ക്വസ്റ്റ്യൻ. a + ബ്രാക്കറ്റ് 10 - 2 × 3. നമ്മൾ ബോഡ്മാസ് റൂള് ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ബ്രാക്കറ്റിനുള്ളിലുള്ള ക്രിയകൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ഇതിൽ ആ റൂള് ഒന്നുകൂടി അപ്ലൈ ചെയ്യണം. ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ അവിടെ മൈനസും ഉണ്ട്, മൾട്ടിപ്ലിക്കേഷനും ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേഷനാണ്. ബ്രാക്കറ്റിനുള്ളിലെ മൾട്ടിപ്ലിക്കേഷൻ 2 × 3. ശേഷം നമുക്ക് വരുന്നത് a + ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ 10 - 6. പിന്നെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ക്രിയ ചെയ്യുന്നു. 10 - 6 4 കിട്ടും. a + 4 = 11 എന്ന ആൻസർ ലഭിക്കും. ഇനി നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് നോക്കണം. ഇതിൽ 3 ബ്രാക്കറ്റ് വരുന്നുണ്ട്. അപ്പോൾ 3 ബ്രാക്കറ്റ് വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഏറ്റവും ഉള്ളിലുള്ള ബ്രാക്കറ്റിൻ്റെ ആദ്യം സോൾവ് ചെയ്യണം. ഏറ്റവും ഉള്ളിലുള്ള ബ്രാക്കറ്റിൽ 9 - 5 അത് സോൾവ് ചെയ്യുമ്പോൾ 4 ആൻസർ. അപ്പോൾ 6 ഹരിക്കണം ബ്രാക്കറ്റ് 3 × അടുത്ത ബ്രാക്കറ്റ് 6 - 4. രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് 6 - 4 എന്ന ബ്രാക്കറ്റാണ്. 6 - 4 ചെയ്യുമ്പോൾ വരുന്നത് 2 ആണ്. അപ്പോൾ നമുക്ക് 6 ഹരിക്കണം ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ 3 × 2. 3 × 2 ചെയ്യുമ്പോൾ 6. അപ്പോൾ ലാസ്റ്റ് 6 ഹരിക്കണം 6 = 1 എന്ന ഉത്തരത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ബോഡ്മാസ് റൂളിൻ്റെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ ഒരു 12 ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
ഏതെങ്കിലും ക്വസ്റ്റ്യൻസിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് വിടുക. ഓക്കെ, താങ്ക് യു.